കഴിഞ്ഞ ബുൾ മാർക്കറ്റിൽ വളരെയധികം തരംഗമായി മാറിയ രണ്ട് വെബ്3 ആപ്പുകളാണ് പ്ലേ ടു ഏണും വാക്ക് ടു ഏണും. അതായത് നമ്മൾ റിയൽ ലൈഫിൽ ചെയ്യുന്ന ഗെയിം കളിക്കുക അല്ലെങ്കിൽ നടക്കുക എന്നുള്ള ആക്ടിവിറ്റികൾക്ക് വരെ ഏണിംഗ് പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് സാധാരണക്കാർക്ക് മനസ്സിലാക്കി കൊടുത്ത ആപ്പുകൾ. എന്നാൽ ക്രിപ്റ്റോയിൽ അത് മാത്രമല്ല ഇന്നുള്ളത്. ഡ്യൂറിംഗ് ദ ബെയർ മാർക്കറ്റിൽ കുറേ അധികം മേഖലകളിലും കൂടി ഡെവലപ്പ് ആയിട്ടുണ്ട്. അതിൽ പലതിനും നെക്സ്റ്റ് ബുൾറണിൽ ഭയങ്കര സാധ്യതകളുമുണ്ട്. അത്തരത്തിലുള്ള ഏർണിംഗ് പൊട്ടൻഷ്യലുകളുള്ള ഡിഫറെന്റ് ആപ്പുകളെ പരിചയപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ. If you want to know more, let's dive into the video and understand 8 different new crypto apps which has huge earning potential. ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ തികച്ചും എഡ്യൂക്കേഷനും എന്റർടൈൻമെന്റിനും വേണ്ടി മാത്രമുള്ളതാണ്. ക്രിപ്റ്റോ ഒരു അൺറെഗുലേറ്റഡ് അസറ്റ് ക്ലാസ് ആയതുകൊണ്ടും ഹൈലി വോളറ്റൈൽ ആൻഡ് റിസ്കി ആയതുകൊണ്ടും നത്തിങ് ഇൻ ദിസ് വീഡിയോ ഷുഡ് ബി ട്രീറ്റഡ് ആസ് എ ഫിനാൻഷ്യൽ അഡ്വൈസ്. നമ്മൾ റിയൽ ലൈഫിൽ ചെയ്യുന്ന സാധാരണ ആക്ടിവിറ്റികൾക്ക് പലതിനും ഒരു ഏർണിംഗ് പൊട്ടൻഷ്യൽ കൊണ്ടുവരാൻ വെബ്3 ആപ്പുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ള 8 ഡിഫറെന്റ് സെഗ്മെന്റ്സും അതിലുള്ള ഓരോ ആപ്പുകളുമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത്. ഒന്നാമതായിട്ട് ഉള്ളതാണ് ബ്രൗസ് ടു ഏൺ എന്നുള്ള മെത്തേഡ്. ഇത് ആണ് ക്രിപ്റ്റോ രംഗത്തിലെ ഏറ്റവും ആദ്യം ഒരു ഡയറക്ഷൻ തന്നത്. നമ്മൾ ചെയ്യുന്ന സാധാരണ ആക്ടിവിറ്റികൾക്ക് കോർപ്പറേറ്റ്സ് ഒരു വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതിന് പകരം ആ റവന്യൂ യൂസേഴ്സുമായിട്ട് ഷെയർ ചെയ്യാമെന്നുള്ള ഒരു കൺസെപ്റ്റ് ഏറ്റവും ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ബ്രൗസ് ടു ഏൺ. അതിനുവേണ്ടി ജാവാസ്ക്രിപ്റ്റിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള വ്യക്തി ക്രോം ബ്രൗസറിന്റെ സോഴ്സ് കോഡ് ഫോർക്ക് ചെയ്ത് ചില മാറ്റങ്ങൾ വരുത്തി ഇറക്കിയിട്ടുള്ള ഒരു ഇന്റർനെറ്റ് ബ്രൗസറാണ് ബ്രേവ് ബ്രൗസർ. അപ്പൊ ഈ ബ്രൗസർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം നമ്മുടെ നോർമൽ ആക്ടിവിറ്റി ചെയ്യുകയാണെങ്കിൽ ദ ആഡ്സ് ദാറ്റ് വി ആർ ഷോൺ അതിന്റെ റവന്യൂ നമുക്ക് കിട്ടും. സാധാരണഗതിയിൽ ഇപ്പൊ ക്രോം ബ്രൗസറോ എഡ്ജോ അങ്ങനെ വേറെ ഏതെങ്കിലും ബ്രൗസർ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൽ കാണിക്കുന്ന ആഡ്സിന്റെ റവന്യൂ ഗൂഗിളിന് കിട്ടും. പക്ഷെ ബ്രേവ് ബ്രൗസറിൽ അതിന്റെ ഒരു ഷെയർ നമുക്ക് കിട്ടും. അതാണ് ബ്രൗസ് ടു ഏൺ. അതിനുള്ള ബ്രൗസറാണ് ബ്രേവ് ബ്രൗസർ. ഈ കൺസെപ്റ്റ് 2017 ബുൾറണ്ണിൽ ഒരു ഓളം ഉണ്ടാക്കിയതാണ്. എന്നാൽ അടുത്ത ബുൾറൺ ആകുമ്പോഴേക്കും ആ കൺസെപ്റ്റ് ഡെവലപ്പായി 3 മോർ സെക്ടേഴ്സ് വന്നു. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പ്ലേ ടു ഏൺ. 2021 ബുൾറണ്ണിന്റെ തുടക്കത്തിൽ ഒരു 1000x ഗെയിൻസ് കിട്ടിയ ഒരു കോയിനാണ് ആക്സി ഇൻഫിനിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പ്ലേ ടു ഏൺ അതായത് ഈ ഒരു ഗെയിംസിൽ നമ്മള് ഗെയിം കളിക്കും തോറും അതിന്റെ പോയിന്റ്സ് ആഡ് ചെയ്ത് വി ആർ ഏബിൾ ടു ജനറേറ്റ് റിയൽ റവന്യൂ. അതായത് ആ ഒരു സമയത്താണ് NFT കൺസെപ്റ്റ് വന്നതും 2 ആക്സിനെ വെയിറ്റ് ചെയ്ത് റയറിറ്റി ഉള്ള ഒരു പുതിയൊരു ആക്സി ഉണ്ടാകുമ്പോൾ അതിന് നമുക്ക് NFT മാർക്കറ്റ് പ്ലേസിൽ വിൽക്കാനും ഒക്കെ പറ്റിയത്. സോ ഇൻ ഷോർട്ട്, ഗെയിം കളിക്കുന്നത് വഴി റിയൽ മണി ഉണ്ടാക്കാം എന്ന് മനസ്സിലാക്കി തന്ന ഒരു കൺസെപ്റ്റാണ് പ്ലേ ടു ഏൺ. അതും 2021 ബുൾറണിന്റെ തുടക്കത്തിൽ നല്ല ഗെയിംസ് കിട്ടിയതാണ്. പിന്നീട് വന്നതാണ് വാക്ക് ടു ഏൺ എന്നുള്ള കൺസെപ്റ്റ്. ഇത് 2021 ബുൾറണിന്റെ എൻഡിലാണ് വന്നത്. സൊളാന നെറ്റ്വർക്കിൽ വന്ന സ്റ്റെപ്പ് എന്ന് പറയുന്ന ഒരു ആപ്പാണ് ഇതിൽ നമ്മൾ പരിചയപ്പെടുന്നത്. അപ്പോൾ ഇതിന്റെ ഇത് ഹൈപ്പിൽ എത്തി പീക്ക് ആകുമ്പോഴേക്കും ഏകദേശം ബുൾറൺ കഴിഞ്ഞു. സോ ഐ വുഡ് സേ ഇറ്റ് ഡിഡ്ന്റ് റിയലി കിക്ക് ഓഫ്. ഇതിന്റെ ചുവട് പിടിച്ച് വേറൊരു 3-4 ആപ്പുകൾ വന്നു. അത്തരത്തില് ഒരു ഇത്തിരിയും കൂടി മോഡിഫിക്കേഷൻ ഒക്കെ പ്ലാൻ ഇട്ട് വന്ന ഒരു ആപ്പാണ് സ്വെറ്റ് എന്ന് പറയുന്നത്, സ്വെറ്റ് കോയിൻ. പക്ഷെ എന്ത് പറ്റി എന്ന് വെച്ചാല് അപ്പോഴേക്കും ബുൾറൺ കഴിഞ്ഞു. നാച്ചുറലി എല്ലാം ഡൈ ഡൗൺ ആയി. വാക്ക് ടു ഏണിന്റെ ഒക്കെ NFT ഒക്കെ ഹൈ പ്രൈസിൽ മേടിച്ചവർക്ക് ദേ വർ നോട്ട് ഏബിൾ ടു ക്യാഷ് ഔട്ട്. കാരണം സൊളാന നല്ല പീക്കിൽ ഇരിക്കുമ്പോഴാണ് അതിന്റെ NFT മേടിക്കുന്നത്. പക്ഷേ സൊളാനയുടെ പ്രൈസ് ഇടിഞ്ഞതോടുകൂടി നമ്മൾ എത്ര നടന്നാലും അതിൻ്റെ ഒരു റിട്ടേൺസ് കിട്ടാൻ പറ്റാത്തൊരു മോഡലിലേക്കൊക്കെ അത് മാറി. അതുപോലെ തന്നെ സ്വെറ്റ് കോയിനൊക്കെ ഒന്ന് ഡെവലപ്പായി വരുമ്പോഴേക്കും ബുൾറൺ കഴിഞ്ഞ് ഡൈ ഡൗൺ ആയി. ഇതുവരെയുള്ള വാക്ക് ടു ഏൺ അല്ലെങ്കിൽ നമ്മൾ റിയൽ ലൈഫിൽ ചെയ്യുന്ന ഡിഫറെന്റ് ആക്ടിവിറ്റികൾക്ക് ഏണിംഗ് പൊട്ടൻഷ്യലുമായിട്ട് ഉണ്ടായിട്ട് വന്ന ഡാപ്പുകൾ. 2017 തുടക്കം കുറിച്ചത് ബ്രൗസും 2021 ഇത് 3 പക്ഷേ ഡ്യൂറിങ് ദ ബെയർ മാർക്കറ്റിൽ ഇതുപോലുള്ള പല പല കൺസെപ്റ്റിനെയും ചൂട് പിടിച്ച് വേറെ കുറെ ആപ്പുകൾ ഡെവലപ്പ് ആയിട്ടുണ്ട്.
അതാണ് നമ്മൾ ഇനി ഫോക്കസ് ചെയ്യേണ്ടത്. കാരണം 2024-2025 ബുൾ റണ്ണിലേക്ക് വരുമ്പോൾ ഈ പുതിയ കൺസെപ്റ്റിലുള്ള ആപ്പുകൾ ഓൾറെഡി റെഡിയാണ്. ഒരു ട്രാക്ഷൻ കിട്ടിയാൽ അത് കിക്ക് ഓഫ് ആവുകയും ചെയ്യും. അപ്പോൾ അത്തരത്തിലുള്ള 4 ഡിഫറെന്റ് സെഗ്മെന്റ്സ് ആണ് ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. 2024-2025 റെഡി ആയിട്ട് നിൽക്കുന്ന 4 ഡിഫറെന്റ് ഏർണിംഗ് മെത്തേഡ്സ് ഉള്ള ആപ്പ് പരിചയപ്പെടുന്നതിന് മുമ്പ് ഈ വീഡിയോ ഇതുവരെ നിങ്ങൾക്ക് വാല്യുബിൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ please subscribe to this channel and share it with your friends who want to make it in crypto. കാരണം ഇതിലെ ഓരോ സെഗ്മെന്റ്സും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്ത് അതിലുള്ള ഡിഫറെന്റ് കോയിനുകൾ അനലൈസ് ചെയ്ത് അതിലെ ഏറ്റവും നല്ല കോയിനെ അധികം വൈകാതെ നെയിൽ ഡൗൺ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത്തരം വാല്യുബിൾ ഇൻഫർമേഷൻ ഏറ്റവും ആദ്യം അറിയുന്നതിനായി പ്ലീസ് സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ. അടുത്തതായിട്ട് 2023-2024 കാലഘട്ടത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു പുതിയ ഡെവലപ്മെന്റ് ആണ് സ്ലീപ്പ് ടു ഏൺ എന്നുള്ളത്. അതായത് സ്റ്റെപ്പിൻ എന്ന് പറയുന്ന ആപ്പ് നമ്മളൊരു സ്മാർട്ട് ഡിവൈസ് കെട്ടി നമ്മൾ നടക്കുന്ന ദൂരം, സ്മാർട്ട് ഡിവൈസോ സ്മാർട്ട് ഫോണോ വെച്ച് നമ്മൾ നടക്കുന്ന ദൂരം കണ്ടുപിടിച്ചെങ്കിൽ ദർ ആർ ആപ്സ് സ്മാർട്ട് വാച്ച് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഫിറ്റ്നസ് ഡിവൈസസ് വെച്ചിട്ട് നമ്മുടെ ഉറക്കം കണ്ടുപിടിച്ച് വൃത്തിയായിട്ട് ഉറങ്ങുന്നതിന് റിവാർഡ് തരുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു ആപ്പാണ് സ്ലീഫൈ. അത് കഴിഞ്ഞ് നെക്സ്റ്റ് അൺബിലീവബിൾ ഈറ്റ് ടു ഏൺ. നമ്മൾ മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കുന്നതിന് റിവാർഡ് തരുന്ന ആപ്പാണ് ഈറ്റ് ടു ഏൺ സെഗ്മെന്റിൽ വരുന്നത്. അത്തരത്തിലൊരു ആപ്പാണ് ബ്ലാക്ക് ബേർഡ്. അതായത് ഇത് കേൾക്കുന്ന പോലെ നമ്മൾ എന്ത് കഴിച്ചാലും തരില്ല. നമ്മൾ പുറത്തു പോകുന്ന ഈറ്റ് ഔട്ട് ചെയ്യുന്ന സമയത്ത്, അതായത് പുറത്തു പോയി ഭക്ഷണം കഴിക്കുന്ന റെസ്റ്റോറൻറ്റുകളിലെ ടാപ്പ് ചെയ്തിട്ട് അവിടെ നിന്ന് കിട്ടുന്നതിനാണ് റിവാർഡ്. അതായത് ഈറ്റ് ഔട്ട് നല്ലതാണ്, ഹെൽത്തിയാണ് എന്ന് ട്രാക്ക് ചെയ്യുന്നതിനാണ് അവാർഡ്. വീട്ടിലിരുന്ന് എന്തെങ്കിലും കഴിച്ചാൽ ഭക്ഷണം കിട്ടുന്ന പോലത്തെ ഒരു സ്കീമല്ല. അത്തരത്തിലുള്ള ഒരു ആപ്പാണ് ബ്ലാക്ക് ബേർഡ് എന്ന് പറയുന്നത്. നമ്മൾ ഏറ്റവും അധികം ഇന്റർനെറ്റിൽ ചെയ്യുന്ന വേറൊരു കാര്യമാണ് യൂട്യൂബ് വാച്ച് ചെയ്യുക എന്നുള്ളത്. ഈവൻ യൂട്യൂബ് വാച്ച് ചെയ്യുന്നതിന് വരെ നമുക്ക് റിവാർഡ്സ് കിട്ടുന്നുണ്ട്. അത്തരത്തിലൊരു ആപ്പാണ് എക്സ്കാഡ്. ഇത് 2-3 വർഷങ്ങളായിട്ട് പോപ്പുലർ ആയിട്ടുള്ളതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ക്രിയേറ്റേഴ്സായ ജസ്റ്റിൻ ബീബർ, മിസ്റ്റർ ബീറ്റ്, ബോയൻസ്, ഈവൻ ഇങ്ങനെയുള്ളവരുടെയൊക്കെ ചാനലുകൾ വരെ ഇവരുമായിട്ട് പാർട്ട്നേർഡ് ആണ്. ഇത് ഓൾറെഡി നല്ല പോപ്പുലാരിറ്റി ഉള്ള ഒരു ആപ്പാണ്. ഇഷ്ടംപോലെ പ്രൊമോട്ടേഴ്സ് ഓൾറെഡി പ്രൊമോട്ട് ചെയ്യുകയും അതിൻ്റെ പ്ലഗിൻ വഴി ഏർണിങ്സ് നടത്തുകയും ചെയ്യുന്ന ഇഷ്ടംപോലെ യൂസേഴ്സ് ഉണ്ട്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബുൾ റണ്ണിൽ ഇതിനൊരു ഹൈപ്പ് വരികയും കോയിൻസ് മേലേക്ക് പോകാനുള്ള സാധ്യതയുമുണ്ട്. പക്ഷേ ഈ സെഗ്മെന്റിൽ വേറെയും പല ആപ്പുകളുണ്ട്. ഏറ്റവും അവസാനത്തതായിട്ട് വന്നിരിക്കുന്ന ഒരു ട്രെൻഡാണ് റേറ്റ് ടു ഏൺ എന്ന് പറയുന്നത്. എന്താണ് റേറ്റ് ടു ഏൺ? അതായത് ഏതൊരു ആപ്പും അല്ലെങ്കിൽ ഏതൊരു പുതിയൊരു കമ്പനിയും വരുമ്പോൾ അവർക്ക് ഒരു ഹൈപ്പ് മാർക്കറ്റിൽ വേണം, അവർക്ക് ഒരു പ്രൊമോഷൻ വേണം, ഒരു മാർക്കറ്റിംഗ് വേണം. അതിനുവേണ്ടി ഹ്യൂജ് എമൗണ്ട് ഓഫ് മണിയാണ് അവർ സ്പെൻഡ് ചെയ്യുന്നത്. ഇതുവരെ സാധാരണയുള്ളൊരു മെത്തേഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ പെയ്ഡ് മാർക്കറ്റിംഗ് ഏജൻസികളോ അല്ലെങ്കിൽ യൂട്യൂബ് ഇൻഫ്ലുവൻസേഴ്സോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇവന്റുകളായിട്ടുള്ള കൊളാബറേഷൻസ് ഒക്കെയാണ് അവർ ഉപയോഗിക്കുന്നത്. എന്നാൽ അതിൽ നിന്നൊന്നും മാറി സാധാരണക്കാരായ ആൾക്കാർ വഴിയുള്ള ഒരു പ്രൊമോഷനാണ് ഇവർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഈവൻ നമ്മൾ ട്വിറ്ററിൽ ട്വീറ്റ് ചെയ്യുക, അവരുടെ വീഡിയോസ് പ്രൊമോട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഗിവ് ക്രെഡിബിലിറ്റി. അപ്പോൾ അങ്ങനെയുള്ള പല ആക്ടിവിറ്റികൾ, ഇപ്പോൾ ടെലിഗ്രാം ഗ്രൂപ്പുകൾ ഉണ്ടാക്കുക, അവരുടെ ഇൻഫർമേഷൻസ് നമുക്ക് അറിയുന്നവർക്ക് ഷെയർ ചെയ്യുക, അത്തരത്തിലുള്ള ആക്ടിവിറ്റികൾ ചെയ്യുമ്പോൾ they will get promotion. അപ്പോൾ അവരുടെ മാർക്കറ്റിംഗ് ഫണ്ട് സാധാരണക്കാരുമായിട്ട് ഷെയർ ചെയ്യാനുള്ള ഒരു ടെക്നിക്കാണ് റേറ്റ് ടു ഏൺ എന്ന് പറയുന്നത്. അതിലത്തെ കോയിൻ ഞാൻ പരിചയപ്പെടുത്തുന്നില്ല, അതൊരു ചെറിയ അസൈൻമെന്റ് ആയിട്ട് എടുക്കുക. ഇതിൽ നിന്നും ഒരു Web3 ആപ്പ് എങ്ങനെയാണ് സാധാരണക്കാരിലേക്ക് ഡേ ടു ഡേ ആക്ടിവിറ്റിയിൽ നിന്ന് ഏർണിംഗ് ജനറേറ്റ് ചെയ്യാൻ സഹായിക്കുന്നതെന്നും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം ഡിഫറെന്റ് മേഖലകളും അതിൽ കറന്റ്ലി ഉള്ള 1-2 കോയിൻസ് പരിചയപ്പെടുത്തുക എന്നത് മാത്രമാണ്. ഇതൊന്നും ഇൻവെസ്റ്റ്മെന്റ് ഗ്രേഡ് കോയിൻസ് ആണോ അല്ലയോ എന്ന് ഞാൻ റിസർച്ച് ചെയ്തിട്ടില്ല. പക്ഷേ ഇതിൽ ഓരോ സെഗ്മെന്റും എടുത്ത് അതിന് നമ്മൾ യൂഷ്വലി ചെയ്യുന്നത് പോലെ ഡീപ്പ് ഡൈവ് ചെയ്ത് അതിൽ നല്ല പോപ്പുലാരിറ്റിയും നല്ല ഫൗണ്ടേഴ്സും നല്ല ടോക്കണോമിക്സും ഉള്ള കോയിനുകൾ ഏതാണെന്ന് മനസ്സിലാക്കി ഇൻവെസ്റ്റ്മെന്റ് ഗ്രേഡ് കോയിൻസ്, അതായത് ഒരു 30x 40x റിട്ടേൺസ് കിട്ടാൻ സാധ്യതയുള്ള കോയിൻസ് ഏതാണെന്ന് മനസ്സിലാക്കി ഓരോ സെഗ്മെന്റും ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യുന്ന വീഡിയോ അധികം വൈകാതെ നമ്മൾ തുടങ്ങുന്നതാണ്. അത്തരത്തിലുള്ള കിടിലം വീഡിയോകൾ മിസ് ചെയ്യാതിരിക്കുന്നതിനായി പ്ലീസ് സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ ആൻഡ് ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ സൈനിങ് ഓഫ്. ഫെബിൻ ആൻഡ്രൂസ്.